അപ്പോഴേ ഇന്ന് നമ്മുടെ ഏലത്തിൻ്റെ വിളവെടുപ്പ് ഏലക്കായ എടുക്കാൻ പോവാ കേട്ടോ. നമ്മൾ ഇന്നൊരു 10 പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ കായ എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് സാധനങ്ങളെല്ലാം ആയിട്ട് പോയേക്കാം. സാധനങ്ങൾ കായ എടുക്കാനുള്ള ബക്കറ്റ് വേണം, പിന്നെ അവർക്കുള്ള കാപ്പി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വേണം. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പം അച്ചമ്മച്ചിയും ഇനി എല്ലാം കൂടി ഇവിടെ ഇരുന്നു കേട്ടോ. പെട്ടെന്ന് സ്കൂളിൽ പോകാനൊക്കെ റെഡി ആയിരിക്കും. ചേട്ടാച്ചൻ പോയി. ഇനിയിപ്പോൾ ഞങ്ങളെന്നാൽ പോയി കായൊക്കെ എടുത്തിട്ട് വരാം. എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാവേ. ഇന്നലത്തെ കാലാവസ്ഥയാണോ ഇന്നൊന്നും? അതെ, ഇന്ന് ഏതായാലും രാവിലെ ഇച്ചിരി തെളിവൊക്കെ ഉണ്ട്. തെളിവൊന്നുമില്ല, രാവിലെ മഞ്ഞ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങ് മാറിയതാ. വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ. മഴ പെയ്തെങ്കിൽ നമ്മുടെ പണി പാടും. പോപ്പിയുടെ വണ്ടി പോകും. അതെ, രാവിലെ എല്ലാം ഒരു തിരക്കാണേ. സ്കൂൾ ബസിന്റെ തിരക്കുകളും രാവിലെ പണിക്കാരുടെ എല്ലാം വണ്ടി, ആ ഒരു തിരക്ക്. രാവിലെ എല്ലാരും നല്ല ഓട്ടമല്ലേ. നമ്മളെ കായ എടുക്കാനുള്ള ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ തോട്ടത്തിൽ കായ എടുക്കാൻ വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ചെറിയൊരു വെയിലൊക്കെ വരുന്നുണ്ട്. കായ എടുക്കാറൊക്കെ ആയി വന്നപ്പോഴത്തേക്കിനും ഇതുണ്ടോ, ഈ എത്ര കായ പൊട്ടിച്ചിട്ടേക്കുന്നതെന്ന് കണ്ടോ. ഇതെല്ലാം അണ്ണൻ വിളഞ്ഞത് മൂത്തം എല്ലാം അമ്മമാർ വന്ന് അടിക്കും. എലി എണ്ണാനും ഒച്ചും എല്ലാം ഇത് ശല്യമാണ്. ഭയങ്കര പഴുക്കുന്ന നോക്കി. കായ എടുക്കുന്നത് നല്ലപോലെ ഒന്ന് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു കാണിച്ചു. നമ്മുടെ തൈച്ചെടി ആയതുകൊണ്ട് ഇതെല്ലാം പുതിയ ശരവായതുകൊണ്ട് ഇതിൽ എത്ര കായുണ്ട്? 7 കായുണ്ട്. ഒരു കൊത്തയിൽ 7 കായുണ്ട്. അപ്പോൾ ഇത് ഇവിടെ തൊട്ടാണ് നമ്മൾ എടുക്കാൻ തുടങ്ങുന്നത്. ഏറ്റവും അടിയിലത്തെ കൊത്ത് തൊട്ടാണ് എടുക്കാൻ തുടങ്ങുന്നത്. ഈ അടിയിലത്തെ കൊത്തയിൽ 2 കായില്ല. നമ്മൾ കഴിഞ്ഞ തവണ പഴുത്തപ്പം അത് പറിച്ചെടുത്തതാണ്. ഇനി നിൽക്കുന്നതെല്ലാം പഴമാണ്. ഈ നിൽക്കുന്ന 2 എണ്ണം പറിച്ചെടുക്കാം. പിന്നെ 7 കാ നിൽക്കുന്നുണ്ടോ, ഇതിനകത്ത് ഇത് നല്ല പഴമാണ്. ഇതുണ്ടോ, നല്ല പഴമാണ്. ഇതിനകത്ത് നല്ല പഴത്തിനകത്തെ ഇങ്ങനെ ഇരിക്കും അരി, നല്ല കറുത്ത അരിയായിരിക്കും. ഇതിൻ്റെ മധുരമുണ്ട് കേട്ടോ. അവർ ഇതിൻ്റെ ഈ ജ്യൂസ് മാത്രം കുടിച്ചിട്ട് ഈ അരിയെല്ലാം ഇവിടെ കളഞ്ഞിട്ട് പോകും. അപ്പം അത് നല്ല പഴമായതുകൊണ്ട് അതിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന ഈ കായും അതിൻ്റെ കൂട്ടത്തിലുള്ള ഇതുണ്ടോ, ഇത് ഒച്ചു തിന്ന ഇതുകൂടി പറിച്ചെടുക്കും. അല്ല, നമ്മളിനി അടുത്ത 45 ദിവസം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇത് പഴുത്തു പോകും. അതുകൊണ്ട് അങ്ങനെ 3 കാ 4 കാ വെച്ച് ഇത് നല്ല പഴവാ. നമ്മൾ സ്പീഡി ഇപ്പം ഈ 2 കായ എടുക്കാന്നുണ്ടെങ്കിൽ ആ 2 കായ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് പറിച്ചെടുക്കും. അങ്ങനെ തന്നെ ഇങ്ങനെ കായ എടുത്തു. അടിയിലത്തെ കൊത്ത് തൊട്ട് ഇങ്ങനെ പോരും. അപ്പോൾ താഴെ ബാക്കി കൂടെ ഉള്ളവരെല്ലാം താഴെ എടുക്കുന്നുണ്ട്. അവരെത്ര പേരുണ്ട്? ഇന്ന് മൊത്തം 8 പേര്. 8 പേരേ ഉള്ളൂ. 20 പേര് 25 പേരൊക്കെ വന്നുകൊണ്ടിരുന്ന ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നല്ല തിരക്കല്ലേ. ഇപ്പം എല്ലായിടത്തും ഇതുപോലെ പഴുത്ത് കഴിയുമ്പം തിരക്കായിപ്പോയി. ഇന്നേതായാലും നല്ല കാലാവസ്ഥയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇന്ന് വലിയ കുഴപ്പമില്ല. ഇന്നലത്തെ പോലെ മഞ്ഞും മഴയൊന്നും ഇല്ല. ഏതായാലും അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പ് പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ. 1 2 3 4 5 ആക്കോളം കായ ഉണ്ടായിരുന്നു. കായെടുപ്പെല്ലാം കഴിഞ്ഞ് ആളുകളെല്ലാം പോയി. ഇനിയിപ്പോൾ നമുക്കിത് സ്റ്റോറിൽ കൊണ്ട് ഉണങ്ങാൻ കൊടുക്കണം. അപ്പോൾ ഉണങ്ങാനായിട്ട് കൊടുക്കാനായിട്ടെല്ലാം കെട്ടി റെഡിയാക്കി കൊണ്ടുപോയേക്കാം. ഇന്നത്തെ ഇവിടുത്തെ കാലാവസ്ഥ വൈകുന്നേരം 4 മണിയാകാറായി. കുഞ്ഞിതേ സ്കൂൾ വിട്ട് വരുന്നുണ്ട്. ഇത് കാശ്മീരാണോ ലഡാക്കാണോ കുഞ്ഞി? അറിയത്തില്ല. എങ്ങനെയുണ്ട്? അവിടെ നിന്ന് വരുമ്പോ കുഞ്ഞിയെ കാണാൻ പോലും ഇല്ല. പിന്നെ മഞ്ഞല്ലേ. എന്തുവാ അമ്മ വൈകിട്ട് കഴിക്കാൻ കപ്പ പുഴുങ്ങി തരട്ടെ? വേണ്ട. നല്ല സൂപ്പർ കപ്പ. വേണ്ട. കപ്പയൊക്കെ ചൂടാന്നൊക്കെ പറയും. വേണ്ട, മഞ്ഞിങ്ങനെ അടിച്ച് കേറുവാ. എന്താ അല്ലേ, ഇന്നലെ തുടങ്ങിയതാ ഇതുപോലെ തന്നെ. രാത്രിയും പകലും ഒരേപോലെ നിക്കുന്നു അല്ലേ. നേരം വെളുത്ത് രാത്രി നമ്മൾ എന്തുവായിരുന്നു. അതെ, മഴയ്ക്കൊരു അവസാനം ഇല്ലെന്നാ തോന്നുന്നേ. ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കാൻ പോവാ. ബ്രെഡ് നെയ്യൊക്കെ പുരട്ടി ഫ്രൈ ആക്കി തരട്ടെ? കുഞ്ഞ് വിശക്കുന്നുണ്ടോ? ഞാനിപ്പൊ നൂഡിൽസ് തിന്നോണ്ട് വലിയ വിശപ്പില്ല, എന്നാലും തിന്നാം. നമുക്ക് ബ്രെഡില് നെയ്യ് തേച്ച് ടോസ്റ്റ് ചെയ്തെടുക്കാവേ. ഹോം മെയ്ഡ് നെയ്യാട്ടോ.
നെയ്യൊക്കെ തേച്ച് കൊടുത്തോ 2 സൈഡും? നെയ്യ് തേച്ചു. ഇനി ഒന്ന് ചൂടാക്കിയാൽ മതി. ചൂടായുമ്പോൾ എടുത്ത് ചൂട് ചായയും കൂടെ വെച്ച് തിന്നാം, കഴിക്കാം. ഓക്കെ. നമുക്ക് കുറച്ചേ കപ്പ വറുത്തതിനുള്ള ഓർഡർ ഉണ്ടായിരുന്നു. അപ്പം നല്ല കപ്പ കിട്ടിയത് നമുക്ക് കുറച്ച് വറുത്തെടുക്കാം. ചതുരത്തിലരിഞ്ഞിട്ട് വറുത്തെടുക്കാം. നല്ല നല്ല കപ്പയായിരുന്നു. ഇത് ചുമ്മാ തിന്നാൻ നല്ല പൊടിയുണ്ട്. നല്ല കപ്പയ. നമുക്ക് എല്ലാം ഒന്ന് അരിഞ്ഞ് വറുത്തെടുക്കാം. കുഞ്ഞി, ചായ റെഡി ആയിട്ടുണ്ട്, ബ്രെഡും റെഡി ആയിട്ടുണ്ട്. കഴിച്ചേക്കാം. കഴിച്ചോ. നമ്മുടെ എണ്ണയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ടെ കപ്പ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ കട്ട കിട്ടാതിരിക്കും. ഇല്ലെങ്കിൽ ചിലപ്പോഴാണെ കട്ട കിട്ടും. അരിഞ്ഞു വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മുടെ കപ്പ വറുത്ത് ഇത്ര റെഡിയായി കേട്ടോ. ഇനി ബാക്കി ഒരു ട്രിപ്പ് കൂടെ ഇട്ട് വറുത്ത് പോരാനുണ്ട്. എല്ലാം കൂടെ സെറ്റാക്കി എടുക്കാതെ നല്ല ക്രിസ്പി ആയിട്ടുള്ള കപ്പ വറുത്തത് റെഡി. ചേട്ടാസനെ വിളിച്ചിട്ടേ ഒന്ന് പാക്ക് ചെയ്യാൻ പറ. ഓക്കെ, കപ്പ വറുത്ത എല്ലാം റെഡി ആയല്ലേ? ഒന്ന് പാക്ക് ചെയ്തേക്കെ. ഓക്കെ. കുഞ്ഞനാ തണുപ്പ് മൂത്തിട്ട് കിടക്കുന്നു. കുഞ്ഞിക്ക് അനങ്ങാൻ തോന്നുന്നില്ല. തണുപ്പ് അല്ലല്ലോ, ഒരു രക്ഷയില്ല. തണുപ്പ് എൻ്റെ കാലൊക്കെ ഏതായാലും പിന്നെ വിളവെടുത്ത സമയത്ത് വരെ ഒരു 3 മണി 3:30 വരെ ഒന്നും മഴ പെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഏലക്കാ വിളവെടുപ്പും കപ്പ വറക്കലും പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ അതെല്ലാം കായൊക്കെ ഉണങ്ങി കിട്ടിയിട്ട് വേണം. കുറേ ഓർഡർ ഉണ്ട്, അതെല്ലാം അയച്ചു കൊടുക്കാനൊക്കെ. തണുപ്പ് കാരണം ഒരു രക്ഷയില്ലാത്ത കാലാവസ്ഥ. 5-8 മാസമായി ഈ പരിപാടി തുടങ്ങിയിട്ട്. ഇപ്പൊ ഈ കാലാവസ്ഥക്കുണ്ടല്ലോ നല്ല കമ്പിളി പതുപ്പൊക്കെ പുതച്ച് ചൂട് സാധനങ്ങളൊക്കെ കഴിച്ച് TV ഒക്കെ കണ്ട് വീട്ടിരിക്കുവാണെങ്കിൽ നല്ല സുഖമല്ലേ. അതിന് പറ്റിയ കാലാവസ്ഥ. പക്ഷെ അത് പറ്റത്തില്ലല്ലോ. നമ്മൾ ഇറങ്ങി ഓടിയല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒന്നുകൊണ്ട് പറമ്പിൽ പോകണം. പറമ്പിൽ കുറേ പണികളുണ്ട്. പക്ഷെ ഈ മഴ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമുക്ക് കായെടുത്ത ഉടനെ മരുന്നടിക്കേണ്ടതാ. നടക്കുകയില്ല. വളം കുറച്ച് ജൈവവളമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അതെല്ലാം ഇടാനായിട്ടുണ്ട്. അതൊന്നും നമുക്ക് മഴ കൂടുതലാണെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. വളം ഇടണമെന്നുണ്ടെങ്കിൽ ചെടി ഒന്നുകൂടെ ഒരുക്കി എടുക്കണം. കുറെ കച്ചിയെല്ലാം പറിച്ച് ഒരുക്കാനുണ്ട്. അത് ഒരുക്കിയിട്ട് വേണം ഇനി അടുത്ത മരുന്നടിക്കാനും വളമിടാനും എല്ലാം. പക്ഷെ കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുമ്പോൾ ഏലത്തിന് പറ്റിയ കാലാവസ്ഥ ചെയ്ത്. പക്ഷെ കുറെ എത്ര മാസം ഇങ്ങനെ തന്നെയായിട്ട് അതുകൊണ്ടൊരു മടുത്തു. അപ്പം ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.